എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറയട്ടെ, ഇവിടെ ഒരു തർക്കം നടക്കുകയാണ്. 2 കരക്കാരുണ്ട്, വടക്കേക്കരയും തെക്കേക്കരയും. അവർക്ക് തമ്മിൽ ആദ്യമാണ് വഴക്ക് നടന്നിരിക്കുന്നത് എത്ര രാജ്യമുണ്ടെന്നുള്ളത്. വടക്കേക്കരക്കാർ പറഞ്ഞു എത്ര രാജ്യമുണ്ടെന്നാണ് പറഞ്ഞത്? 3 എന്റെ ഒരു ഓർമ്മ. വടക്കേക്കരക്കാർ എത്ര പറയുന്നേ? 195. ഇതിലേതാണ് ശരി? 193 പ്ലസ് 2 രാജ്യങ്ങൾ ഒബ്സർവറാണ്. പലസ്തീനം, വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ സിറ്റിയുടെ പേര് ഈ അടുത്ത സമയത്ത് മാറി. അതെ, ഹോളി സീ. ഹോളി സീ എന്നായ ഹോളി സീറ്റർ എന്ന് പറയുന്നത് പോപ്പാണ്. അതിനു മുമ്പ് വേറെ കാര്യം ചോദിക്കട്ടെ, ശ്രീവിദ്യക്ക് വത്തിക്കാൻ സിറ്റി ഉണ്ടെന്ന് തന്നെ അറിയോന്ന് അറിയില്ല. ഈ എപ്പിസോഡിൽ എന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വത്തിക്കാൻ പോയിട്ടുണ്ട്. വത്തിക്കാൻ പോയിട്ടുണ്ട്. വാവ്, നൈസ്. ഞാൻ കത്തിക്കാൻ പോയിട്ടുണ്ട്. അത് ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഡോക്ടറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഈ പറയുന്ന രാജ്യങ്ങളുടെ പേരുകളെല്ലാം പറയും എന്നാണ് പറഞ്ഞത്. ഇത്ര ടൈമിനുള്ളിൽ എന്നാണോ അത്? അല്ല, എനിക്ക് റെക്കോർഡ് കിട്ടിയത് URFന്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയത് 1 മിനിറ്റും 7 സെക്കൻഡ്. അഥവാ 67 സെക്കൻഡ്സ് കൊണ്ടാണ് ഈ രാജ്യങ്ങളെ എല്ലാ രാജ്യങ്ങളെയും അടുക്കിയത്. പക്ഷേ അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത്രയും ഫാസ്റ്റ് ആണ്. ഞാൻ അന്ന് റെക്കോർഡിന് വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ അത് കൃത്യമായിട്ട് പറഞ്ഞു പോവാം. കൃത്യമായിട്ട് പറഞ്ഞാലും ഇവിടെ മനസ്സിലാവില്ല ചേട്ടാ. അപ്പോൾ ഓക്കെ. അഫ്ഗാനിസ്ഥാൻ, അൽബേനിയ, അൾജീരിയ, അൻഡോറ, അങ്കോള, ആന്റിഗ്വ ആൻഡ് ബാർബുഡ, അർജന്റീന, അർമേനിയ, ഓസ്ട്രേലിയ, ആസ്ട്രിയ, അസർബൈജാൻ, ബഹമാസ്, ബഹ്റൈൻ, ബംഗ്ലാദേശ്, ബാർബഡോസ്, ബിലാറസ്, ബെൽജിയം, ബെലീസ്, ബെനിൻ, ഭൂട്ടാൻ, ബൊളീവിയ, ബോസ്നിയ ഹെർസഗോവിന, ബോട്സ്വാന, ബ്രസീൽ, ബ്രൂണൈ, ബൾഗേറിയ, ബുർക്കിന ഫാസോ, ബുറുണ്ടി, കംബോഡിയ, കാമറൂൺ, കാനഡ, കേപ്പ് വെർദെ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, ചാഡ്, ചിലി, ചൈന, കൊളംബിയ, കോമറോസ്, കോങ്കോ, ഫോർമലി സെയർ, കോങ്കോ, കോസ്റ്റാറിക്ക, കോട്ട് ഡിവർ, ക്രൊയേഷ്യ, ക്യൂബ, സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ജിബോട്ടി, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഈസ്റ്റ് തൈമൂർ, ഇക്വഡോർ, ഈജിപ്റ്റ്, എൽ സാൽവഡോർ, ഇക്വറ്റോറിയൽ ഗിനി, എർത്രിയ, എസ്റ്റോണിയ, എത്യോപ്യ, ഫിജി, ഫിൻലൻഡ്, ഫ്രാൻസ്, ഗാബോൺ, ഗാംബിയ, ജോർജിയ, ജർമ്മനി, ഖാന, ഗ്രീസ്, കനഡ, ഗോട്ടിമാല, ഗിനിബിസാവ്, ഗയാന, ഹേത്തി, ഹോണ്ട്രാസ്, ഹംഗറി, ഐസ്ലൻഡ്, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്, അയർലൻഡ്, ഇസ്രായേൽ, ഇറ്റലി, ജമൈക്ക, ജപ്പാൻ, ജോർദാൻ, കസാഖിസ്ഥാൻ, കെനിയ, കിരിബാത്തി, കൊറിയ നോർത്ത്, കൊറിയ സൗത്ത്, കുവൈറ്റ്, കിർഗിസ്ഥാൻ, ലാവോസ്, ലാറ്റ്വിയ, ലെബനൻ, ലെസോത്തോ, ലൈബീരിയ, ലിബിയ, ലിച്ചസിൻ, ലിത്വാൻ, ലക്സംബർഗ്, മാസ്റ്റോൺ, മലേഷ്യ, മാലദ്വീപ്സ്, മാൽട്ട, മാർഷലൻസ്, മൗറിട്ടാനിയ, മൗറീഷ്യസ്, മെക്സിക്കോ, മൈക്രോനേഷ്യ, മോൾഡോ, മൊണോക്കോ, മംഗോളിയ, മോണിഗ്രോ, മൊറോക്കോ, മൊസാംബിക്, മ്യാൻമാർ, നമീബിയ, നൗറു, നേപ്പാൾ, നെതർലൻഡ്, ന്യൂസിലാൻഡ്, നിക്കരാഗ്വ, നൈഗർ, നൈജീരിയ, നോർവേ, ഒമാൻ, പാകിസ്ഥാൻ, പലാവ്, പനാമ, പപ്പുവ ന്യൂഗിനി, പരാഗ്വേ, പെറു, ഫിലിപ്പൈൻസ്, പോളണ്ട്, പോർച്ചുഗൽ, ഖത്തർ, റൊമേനിയ, റഷ്യ, റുവാണ്ട, സമോവ, സാൻ മാർനോ, സാവറ്റൻ, പ്രിൻസിപ്പൽ, സൗദി അറേബ്യ, സെനഗൽ, സെർബിയ, സൈഷൽസ്, സ്വിറ്റ്സർലൻഡ്, സിംഗപ്പൂർ, സ്ലോവാക്കിയ, സോളമൻ, സൊമാലിയ, സൗത്ത് ആഫ്രിക്ക, സ്പെയിൻ, ശ്രീലങ്ക, സെൻകിർസാൻ, സെന്റ് ലൂസിയ, സെന്റ് വിൻസെന്റ്, ഗ്രാൻസ്, സുഡാൻ, സൂർണെ, സാസിൽ, സ്വിറ്റ്സർലൻഡ്, സിറിയ, തജിക്കിസ്ഥാൻ, തൻസാനിയ, തായ്ലൻഡ്, ടോഗോ, ട്രിനിഡാഡ്, ടൊബാഗോ, ട്യൂണീഷ്യ, ടർക്ക്മെനിസ്ഥാൻ, ടുവാൾ, ഉഗാണ്ട, ഉക്രൈൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഉറുഗ്വേ, ഉസ്ബെക്കിസ്ഥാൻ, വനാട്ടു, വെനിസുല, വിയറ്റ്നാം, യമൻ, സാംബിയ, സിംബാബ്വെ. ഒരു ട്രെയിൻ ഓടി തീർന്ന പോലെ ഭാഷ സംസാരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. എന്തോ ഒരു അറിയാത്ത ഭാഷ എങ്ങനെ സംസാരിക്കുന്ന പോലെ. അതില് ചാടിച്ചില്ലി മാത്രം ഞാനൊന്ന് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള എസ്സിലാണല്ലേ ഏട്ടാ? ഡോക്ടർ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ബ്രൂണെ എന്ന് പറഞ്ഞ രാജ്യത്ത് പോയിട്ടുണ്ടായിരുന്നു. ബ്രൂണയുടെ ക്യാപിറ്റൽ ഭയങ്കര രസമുള്ളൊരു പേരാണ്, പറയോ? ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബന്ദർ സേരി ഭഗ്വാൻ, കറൻസി ബ്രൂണൈ ഡോളർ. അതെ അതെ. നോവിച്ചേട്ടാ? അയർലൻഡ്, റെക്ജാവിക്, കറൻസി ക്രോണൈ. ഓ, അടിപൊളി. ചേട്ടാ, ഞാൻ സമ്മതിച്ചു. വെറുതെ ഒരു രാജ്യം ചോദിച്ചോ? ചോദിക്കട്ടാ. ഹോങ്കോങ്ങിന്റെ തലസ്ഥാനം. ഹോങ്കോങ് ക്യാപിറ്റൽ വിക്ടോറിയ, കറൻസി ഹോങ്കോങ് ഡോളർ. ബാലചേട്ടൻ ചോദിച്ചോ? പോളണ്ട്, ക്യാപിറ്റൽ വാട്സ, കറൻസി സ്ലോട്ടി. ഇത് വേറെ കാര്യമുണ്ട്, എനിക്ക് എന്തുകൊണ്ടെങ്കിലും പറയാം. അതെ, ഞങ്ങൾക്ക് അറിയില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് സത്യമാണെന്ന് അറിയണമെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി, കറൻസി പറ എന്താന്ന്? രൂപ. ചേട്ടാ, എനിക്ക് മ്യാൻമാർ. എങ്ങനെ ഏതാണ്? ന്യാപിറ്റ, കറൻസി ക്യാറ്റാണ്. ഇത് ഈ രാജ്യം കൂടെ തലസ്ഥാനം ക്യാപിറ്റൽ മാറിക്കൊണ്ടിരിക്കും. മ്യാൻമാർ ആദ്യമേ റംഗൂൺ ആയിരുന്നു, പഴയ ബർമയാണ് പിന്നെ മ്യാൻമാർ ആയത്. അന്ന് റംഗൂൺ ആയിരുന്നു, ഇപ്പം ന്യാപിറ്റയാണ് അതിന്റെ തലസ്ഥാനം. അതിന്റെ കറൻസിയാണ് രസം, ക്യാറ്റ് എന്ന് പറയും. പിന്നെ ഡോക്ടറിന് കേരളത്തിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും MLA മാരുടെ പേരുകൾ കൃത്യമായിട്ട് അതും അറിയാം. അരുവിക്കര MLA യുടെ പേരെന്താ? ജി സ്റ്റീഫൻ. ഡോക്ടർ നിയമം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, ശിവൻകുട്ടി അവർകളാണ് നിയമത്തെ MLA. അഡ്വക്കേറ്റ് GR അനിലാണ്. ഡോക്ടർ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ എന്റെ ബുദ്ധിയിൽ വന്നൊരു സംഭവമാണ്. അതായത് ഒരു റയറസ്റ്റ് കൺട്രി, അതിന്റെ ക്യാപിറ്റലും കറൻസിയും പറയണം. തുവാലു എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ടല്ലോ. തുവാലു ഉണ്ട്, ഫുനാഫുട്ടി.
ഗുണാഫുട്ടി. ഗുണാഫുട്ടി. ചേട്ടൻ നമ്മളെ വേറെ ഏത് ഭാഷയിൽ ചീത്ത വിളിക്കല്ലോ. എനിക്ക് എങ്ങനെ അല്ല ഇത് ഞാൻ റാൻഡംലി ഒന്ന് ഞാൻ വെറുതെ ചോദിച്ചതാണ്. അല്ല. നമ്മളത് അവിടെ ചെക്ക് ചെയ്ത് നേരത്തെ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഐ മീൻ ജലദോഷം ചോദിച്ചു. ഉണ്ടെങ്കിൽ അത് പറയാൻ എളുപ്പമായിരിക്കും. അതെ, ഒരു സംശയം കൂടെ ജലദോഷ ചോദിക്കട്ടെ? സമയത്ത് പറയാലേ ഇതൊക്കെ എങ്ങനെ ഇത്ര ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇതെല്ലാം എങ്ങനെ പഠിച്ചെടുത്തേ? ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമല്ല, PSCക്ക് പഠിച്ച് ആ വളരെ ഇൻട്രസ്റ്റ് ആയി. ഡോക്ടറേറ്റ് കിട്ടിയത് ഏത് വിഷയത്തിലാ? അത് എനിക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ്, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിനാണ് എനിക്ക് ഈ ഹോണററി ഡീലിറ്റ് ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് എന്ന ബിരുദം എനിക്ക് ലഭിച്ചത്. ഞങ്ങളിവിടെ ശ്രീവിദ്യക്ക് അടുത്ത അമൃത ചാനൽ ഡോക്ടറേറ്റ് കൊടുക്കുന്നുണ്ട്. ചളിക്ക് അത് ചേട്ടന്റെ ഏരിയ അല്ല, വേറെ. ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടോ. ദൈവമേ, ശ്രീവിദ്യ സംശയം ചോദിക്കാൻ പോവുകയാണ്. ഡോക്ടറെ റെഡിയാണ്. നിയോജക മണ്ഡലം ഏത്? നീ വോട്ടിടുന്ന നിന്റെ MLA പേരെന്താ? അങ്ങനെയില്ല, എനിക്ക് കേരളത്തിലെ എല്ലാം എന്റെയാണ്. നിന്റെ നിയോജക മണ്ഡലം പറ. എന്റെ നിയോജക മണ്ഡലം ഉദുമ. ഉദുമയുണ്ടല്ലോ, CH കുഞ്ഞമ്പു. അയ്യോ എന്റെ അച്ഛൻ, അയ്യോ എന്റെ അച്ഛൻ വേറെ കുഞ്ഞ്. അയ്യോ ആണ് 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 അച്ഛനാണോ? എന്റെ അച്ഛന്റെ പേര് കുഞ്ഞമ്പു എന്നാണ്, പക്ഷെ CH കുഞ്ഞമ്പു ആണ്. ഉദുമ മണ്ഡലം. ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ പിന്നെ എല്ലാ രജിസ്ട്രേഷൻ വെഹിക്കിൾ രജിസ്ട്രേഷൻ പറയും എന്നുള്ളത്. അതെ. കേരളം എവിടെയാ? കാഞ്ഞങ്ങാട്. ഓ, അവിടെ കാണിക്കാറുണ്ട്. അതെനിക്ക് അറിയില്ല, എനിക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കാട്ടാക്കടത്ത് രജിസ്ട്രേഷൻ നമ്പർ എത്ര? കാട്ടാക്കട 74 അതെ. പാറശാല 19 പാറശാല. 19 നെടുമങ്ങാട് 21 നെടുമങ്ങാട്. എത്ര 21? കഴക്കൂട്ടം ചേട്ടാ 20 എവിടെയാ? 20 നെയ്യാറ്റിങ്കര. ആണ്. കൊട്ടാരക്കര 24. ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ഏതാണ്? 86 പയ്യന്നൂർ. 86 86 പയ്യന്നൂർ. ചേട്ടാ അതുപോലെ ഈ പെമ്പിള്ളേരുടെ നമ്പർ വല്ലതും സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടിയുണ്ടോ? ഇല്ല. അങ്ങനെ നമുക്ക് 14 രജിസ്ട്രേഷൻ ആയിരുന്നു ആദ്യം, പിന്നീട് KSRTC 15. അതെ, അത് കഴിഞ്ഞ് അടുത്ത രജിസ്ട്രേഷൻ ഏതെന്നറിയാമോ? 16 KL16 ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലും. യെസ്. വീട്ടിലെ ഫാമിലി ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ വൈഫ് അഡ്വക്കേറ്റ് ആണ്. ആഹാ. 2 മക്കള്, ആൺമക്കള്. ഒരാൾ 8ലും ഒരാൾ 5ലും പഠിക്കുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ മെമ്മറി ഗ്രാസ്പിംഗ് ഒക്കെ വരുന്നല്ലേ, കുഞ്ഞുങ്ങളല്ലേ, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ആണ്. നമ്മള് സാധാരണ സിലബസ്, അതായത് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കുന്നു, അതും ഇതുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ബന്ധം ഉണ്ടാവില്ലേ? നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ചിലപ്പം അധ്യാപകർക്ക് അറിയാത്തൊരു അറിവ് ഞാൻ ഇവിടെ പറയാൻ പോയാ. ഇപ്പൊ നമുക്കറിയാം ലോകത്തിലാകെ എത്ര ഭൂഖണ്ഡങ്ങളെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നത് 7 ഭൂഖണ്ഡം എന്നാണ്. കോണ്ടിനെന്റ്സ് ആണോ? കോണ്ടിനെന്റ്സ്. 7. അപ്പം അത് ഒരിക്കലും അത് തെറ്റാണ്. അത് പഴയ അത് പോയി, അത് ഔട്ട് മോഡായി, പഴഞ്ചനായി. ഇപ്പോഴത്തെ പുതിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലോകത്തിലാകെ ഹൗ മെനി കോണ്ടിനെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം 8 ഭൂഖണ്ഡങ്ങൾ. ഓ, എട്ടാമത്തെ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അമേരിക്ക 2 ആയിട്ട് തിരിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, അന്റാർട്ടിക്ക. 8ാമത്തെ ഭൂഖണ്ഡം സീലാൻഡിയ, ഓഷ്യാനിക് എന്ന് പറഞ്ഞിട്ടല്ലേ? ഓഷ്യാനിയ. നമ്മൾ ഈ സംസ്ഥാനത്തെ എവിടെ അധ്യാപകരെടുത്ത് ചോദിച്ചാലും അവർ പറയുന്നത് ഇപ്പോഴും 7 ഭൂഖണ്ഡം എന്നാണ്. അത് തെറ്റാണ്. കുട്ടികളെ തെറ്റ് പറഞ്ഞ് പഠിപ്പിക്കരുത്. നോളജ് ഈസ് പവർ. അറിവാണ് നമുക്ക് ആയുധം. അതുകൊണ്ട് അറിവിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. 2017 ഈ ഭൂഖണ്ഡം കണ്ടുപിടിച്ചത്. അതാണ് സീലാൻഡിയ. 94% കടലിനടിയിലാണ്. 49 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ വന്ന സാർ നിൽക്കുന്ന പോലെ. ശ്രീവിദ്യ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. മറ്റേ പുതിയതായിട്ട് ഇപ്പൊ ഒരു ഭൂഖണ്ഡം കണ്ടുപിടിച്ചല്ലോ. അത് കടലിന്റെ അടിയിൽ അവിടെ മനുഷ്യവാസം ഇല്ലല്ലോ. നമുക്ക് അവിടെ പോയി കോമഡി പറയാം. അപ്പൊ മികച്ച കൗണ്ടർ എപ്പോഴും നമുക്ക് കിട്ടുമെന്ന്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതിന് നമുക്ക് ഈ URF വേൾഡ് റെക്കോർഡ് മാത്രമല്ല, എനിക്ക് ഇതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയായിരുന്നു. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിനാണ്. അപ്പൊ ഇതല്ല ചെയ്യുന്നത്, രാജ്യങ്ങൾ എടുക്കുകയല്ല, പീരിയോഡിക് ടേബിൾസിനെ 2 കൈയും വെച്ച് അതിസ്പീഡിൽ എഴുതും. ഇപ്പോഴത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് അമേരിക്കക്കാരന്റെ പേരിലാണ്, USA പേരിലാണ്. 1 മിനിറ്റും 25 സെക്കൻഡുമാണ് ബാക്കിയെല്ലാം. ഈ 2 കൈയും വെച്ച് അതിവേഗത്തിൽ ഷഫിളിംഗ് ആയിട്ടുള്ള ഇത്രയും എലിമെന്റ്സിനെ അതിവേഗത്തിൽ 1 മിനിറ്റ് 24 സെക്കൻഡ്സ് കൊണ്ട് അടുക്കി കഴിഞ്ഞാൽ ഗിന്നസ്, അതായത് റെക്കോർഡിന്റെ അവസാനത്തെ വാക്കായ ഗിന്നസ് നമുക്ക് എന്റെ നാട്ടിലേക്ക്, കൊല്ലത്തേക്ക് എന്തായാലും അത് നടക്കട്ടെ, സാധിക്കട്ടെ. ഉറപ്പായിട്ടും അത് ഒരു പുസ്തകം കൂടെ എഴുതിയിട്ടുണ്ട് ഞാൻ. ഓർമ്മയുടെ രസതന്ത്രം എന്ന ടൈറ്റിൽ ഒരു പുസ്തകം കൂടെ എഴുതിയിട്ടുണ്ട്. അടുത്ത് പിന്നെ ചേട്ടൻ ഇവിടെ വരുമ്പോ ഗിന്നസ് റെക്കോർഡുമായിട്ട് വരാൻ സാധിക്കും. ഓക്കെ, തീർച്ചയായും. കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്ന് നമുക്ക് ഇത്രയും ഇൻഫർമേഷൻസ് പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി. ഇനി ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സ്നേഹ സമ്മാനമാണ്. ഓക്കെ, ബാലചേട്ടാ ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് നൽകാം.
ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു സമ്മാനമാണ് നമ്മുടെ ഡോക്ടറിന് ലഭിക്കുന്നത്.